ഹലോ മക്കളെ. അപ്പോൾ മമ്മി ദേ ഒരു ചെറിയ എന്താ പറയുക മുട്ട ബിരിയാണി വെക്കാന്ന് വിചാരിച്ചു വെക്കാണ്. എഗ് ബിരിയാണി എല്ലാം ഞങ്ങളുടെ പരീക്ഷണമാണ്. അതന്നെ. അപ്പം മമ്മി അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഇട്ട് അരി ഇട്ടിട്ട് മമ്മി കോരി എടുക്കണേണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംഗീതം വെച്ചിട്ടുണ്ട്, ഉപ്പും മുളകും ലൈറ്റിൽ സംഗീതം വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഒരു 10-20 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ വെച്ചാൽ ശരിയാണ്, ആളുടെ വേഗം കഴിയണമുണ്ട്. പിന്നെ നമ്മൾക്കത് അങ്ങോട്ട് എക്സ്പീരിയൻസ് ആയിട്ടില്ല, നമ്മ തുടക്കക്കാരാണ്. ഇങ്ങനത്തെ ഒന്നും നമ്മ വെക്കാറില്ല മക്കളെ. കറികൾ അങ്ങനെ എന്തെങ്കിലും വെക്കുന്നത്, ബിരിയാണി അങ്ങനെ നമ്മ വെച്ച് ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം വെച്ചിട്ട് കുളവിപ്പോയി. പിന്നെ ഒരു പ്രാവശ്യം മമ്മി വെച്ചതാ നല്ല അടിപൊളിയായിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ നമ്മള് അടുത്ത പരീക്ഷണം. അപ്പൊ സംഗീത മുട്ടക്കറിയൊക്കെ വെച്ചിട്ട് അതിന് മുട്ടയും കുറച്ച് ചാറും കൂടി മാറ്റിയിട്ട് ആ ചട്ടിയിൽ തന്നെ കുതിർന്ന ജീരകശാല അരി നമ്മൂനെ കൊണ്ട് മമ്മി 1 കിലോ അരി മേടിച്ചത്. അപ്പോൾ 1 കിലോ അരിയൊക്കെയാണ് വെക്കണത്. അപ്പം സംഗീത ആ മുട്ടക്കറിയുടെ ചാറിലേക്ക് ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ചും കൂടി ഒഴിച്ച് അങ്ങനെയാണ് അവർ വെക്കണേ. പക്ഷേ മമ്മി ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചേക്കണേ. ഇങ്ങനെ വെക്കുന്നതാണ് മമ്മിക്ക് ഒന്നും കൂടി എളുപ്പമല്ല, എന്താ പറയുക, ശരിയാകില്ലെങ്കിലോ അത് തന്നെ ആയി കഴിഞ്ഞാൽ നമുക്കിത് സംഗീത എന്നൊക്കെ പറയണത് എപ്പോഴും ബിരിയാണി തന്നെ സൂപ്പറായിട്ട് വെക്കുന്ന ആളാണ്. അത് എല്ലാം പറയണ്ടേ, നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം, ഒളിച്ചു വെക്കരുത്. അപ്പം സംഗീത പിന്നെ വീട്ടുകാര്യങ്ങൾ ബൈ സ്വപ്നയൊക്കെ നന്നായിട്ട് ഏത് നേരം മന്തിയും ബിരിയാണിയും എല്ലാം വെക്കുന്നതാണ്, ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് അത്ര എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ വല്ല കറി അങ്ങനെയൊക്കെ വെക്കുള്ളൂ. അപ്പം ഇത് നമുക്കൊന്ന് ഇങ്ങനെ വെച്ച് പരീക്ഷിച്ച് നോക്കാം. അപ്പം അതേ മമ്മി ചെറുനാരങ്ങ ഇടണ്ട്, വെള്ളം തിളച്ച് തന്നെ ഉണ്ടല്ലേ, വെള്ളം ചൂടായി വരുന്നുണ്ട്. അപ്പം മമ്മി ഇങ്ങനെ അളന്നല്ല, നമ്മ ഇതിനകത്ത് നിന്ന് കോരി എടുക്കണ വിധത്തിലാണ് വെക്കണേ. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാനേ പറ്റൂ. അപ്പം നമ്മൾ ഇത് വെക്കുക. ഓയിലിടാല്ലേ, വെളിച്ചെണ്ണ ഇടണ്ടല്ലോ അമ്മ? വെളിച്ചെണ്ണ ഓയിലിട്ട നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ഇടാന്നാണ് മമ്മി വിചാരിക്കണേ. അപ്പം മമ്മി ഇതേ 1 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇത് മതിയല്ലേ അമ്മ? അമ്മനോട് ചോദിച്ചിട്ടാണ് അമ്മ വേണം ഒരു ഹെൽപ്പിങ്ങിന്. അപ്പം പിന്നെ അങ്ങനെ പിന്നെ ഒരു ഇച്ചിരി ഇവിടെ 2 പേര് ബിരിയാണി വയ്ക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ടെന്ന്. പക്ഷെ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു പൈനാപ്പിൾ എസൻസ് മേടിച്ചോളൂ, ഇതാണ് ബിരിയാണിയുടെ ഒറിജിനൽ കിട്ടണത്. ഇത്ര മതി, അധികം വേണ്ട, നമുക്കൊരു തുള്ളി അത് തന്നെ, അധികം വേണ്ട. അപ്പം അപ്പോൾ അമ്മൂസിന്ന് അരി മേടിക്കാൻ കയറിയപ്പോൾ മേടിച്ചുകൊണ്ടതാണ്. പരീക്ഷണം കേട്ട് വന്നതാണ്. ഞങ്ങൾ പരീക്ഷിക്കണേണ് എഗ് ബിരിയാണി വെച്ച്. ടെക്നോന് വേണ്ടാന്ന് പറയണേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് പരിചയപ്പെടുത്താൻ ഞങ്ങൾ അമ്മ ഒരു ദിവസം മേടിച്ചുകൊണ്ടെന്താണ്. പക്ഷെ കളികളുണ്ട്, സാധനങ്ങളില്ല ഇടാൻ. അപ്പൊ പൊടികൾ ഇതും കൂടി ഇടണ്ടെന്ന് എഴുതിയിട്ടാ. അപ്പൊ സ്മെല്ലൊക്കെ പോയി അതന്നെ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഡ്രൈ ആയിട്ടുള്ള സ്പൈസസ് ഇടാനായിട്ട് എടുത്ത് ഇതിപ്പോ സുഖമായി ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ അതന്നെ എല്ലാരും കൂടി കിട്ടും, എല്ലാരും കൂടി എടുക്കാം. അപ്പൊ മമ്മി ഇങ്ങനെയാണ് ഇടണേ. ഇതിന്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിട്ട് മാത്രം മമ്മി തക്കോലം, പട്ട, കുരുമുളക്, ഗ്രാമ്പു, ഏലക്കായ ഇട്ടു. ഇതെല്ലാം കൂടി ഇട്ട് ഇനി ഇത്തിരി ഓയിലും കൂടി ഇട്ടിട്ട് നമുക്ക് തിളക്കട്ടെ. നമ്മുടെ അരി കുതിർത്താനിട്ടു, കഴുകിയിട്ട് അത് കുതിർത്താനിട്ടു. അധികം നേരം ഒന്നും വെക്കണില്ല മമ്മി. അപ്പം ഒന്ന് അറിയണ പോലെ കേട്ടോ മക്കളെ, ഒന്നും പറയില്ല. അപ്പം മമ്മി ഇങ്ങനെ ചെയ്തേക്കണത്. ഇനി അതൊന്ന് മൂടി വെച്ച് തിളക്കട്ടെ. ഇവിടെ നമ്മൾ മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. 6 മുട്ട നമ്മ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. എങ്ങനെയാകും എന്താകും എന്നൊക്കെ നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ ഒന്ന് വെച്ച് പഠിക്കണേ. അപ്പം ഇവിടെ ഡ്രസ്സുകൾ ഉണക്കാനായിട്ട് ഇട്ടേക്കാണ്, മഴയുടെ ഇതായിരുന്നു. അത് കാരണം അമ്മ ഇവിടെ എടുക്കണ്ട മമ്മി. ഞാൻ പറഞ്ഞു അത് സാരില്ല മോനെ, പിന്നെ അവസ്ഥ ഇതല്ലേ. അപ്പം അവിടെ ഇവിടെയും കൂടിയൊക്കെ ഏറ്റെടുക്കണം. അപ്പം അരിയുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് മുട്ടക്കറി വെക്കാൻ അരി കുതിർത്താനിട്ട് അരി മമ്മി ഇവിടെ കുതിർത്താനിട്ടുണ്ട്. അധികം കുതിരയൊന്നും വേണ്ടെന്ന് തോന്നണല്ലേ, 10 മിനിറ്റ്. ജീരകശാല അരിയാണ്, അത് മേടിക്കാൻ പറഞ്ഞു മമ്മി. അതും കാണാൻ അടിപൊളിയാണ്, നീളമുള്ളതിനേലും രസം ചെറുത് അരിയാണ്. അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അമ്മ ഇവിടെ എടുത്ത് വെച്ചേക്ക. ഞാൻ മമ്മി സംഗീത അണ്ടിപ്പരിപ്പ് കുതിർത്തി പേസ്റ്റ് ആക്കി ഇടുന്നേ. നമ്മ ഇച്ചിരി കിസ്മസ് അണ്ടിപ്പരിപ്പും വറുത്തിടാന്ന് കരുതി, പക്ഷെ കുതിരാനും വെച്ചിട്ടുണ്ട്. അതും ഇനി ഇടാണ്ടിരിക്കണ്ട. അപ്പൊ ഇനി വഴിയെ മമ്മി പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ആഡിങ്സും കൂടി ഉണ്ടാവട്ടെ, നമ്മുടെ രീതിയിലും അതന്നെ. അപ്പൊ ഇനി മമ്മി വഴിയെ പറഞ്ഞുതരാം. ഓക്കെ.
അപ്പം മക്കളെ ദേ മമ്മി അരി ഇടയാണ്. വെള്ളം നന്നായി തിളച്ച് മുട്ട അവിടെ കിടന്ന് വേഗമുണ്ട്. അപ്പം അരി ഇടാം. നമുക്ക് ഇതിന് എക്സ്പീരിയൻസ് ഇല്ല. ജീരകശാല അരിക്ക് വേവ് കുറവാണോ? ആവോ അല്ലേ? എങ്ങനെയാണ് മറ്റേ അരിയാണ് മേടിച്ചത്. പക്ഷെ ജീരകശാലയാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ അമ്മൂനോട് പറഞ്ഞ് ജീരകശാല മേടിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് മേടിച്ചു കൊണ്ടുവന്നത്. നമുക്ക് നോക്കാം. ഇടയ്ക്ക് ഇത് ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാലല്ലേ. അപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ വേവിൻ്റെ ഇത്. അപ്പം ഇങ്ങനെ കിടന്ന് വേകട്ടെ. അപ്പോൾ നമുക്ക് അപ്പോഴത്തേനും അപ്പുറത്തേക്ക് അപ്പുറത്ത് വയ്ക്കാം. കറി സെറ്റാക്കാം. അപ്പം മമ്മി ഇങ്ങനെയാണ് ഇടണേ. ഇങ്ങനെ വെച്ച് നോക്കാം നമുക്ക്. കുറച്ചും കൂടിയൊക്കെ ആ വെപ്പ് നല്ല ഭംഗിയായി വരുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും. അത് തന്നെ, അതൊക്കെ രസമായിട്ട് പറയാം നമുക്ക്. ഇപ്പം നമുക്ക് ഇങ്ങനെ തന്നെ വയ്ക്കാം. നമുക്കറിയണ പോലെ നമ്മൾ വയ്ക്കാം. കുളമൊക്കെ കളയണ്ടല്ലോ. അതാണ് ഏറ്റവും വലുത്. ഇതിവിടെ തക്കു നീലു നീലു വേറൊരു റോളക്സ്. നീലു എന്ന് പറയുന്നത് നമ്മുടെ തക്കുവിന്റെ ഗേൾഫ്രണ്ട് ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തൊന്നും ഇല്ലാന്ന് പറയരുത്. തക്കു പുറത്തേക്കൊന്നും പോകില്ല. ഇവിടെ വരാ നീലു. നീലു കുറിച്ച് പറഞ്ഞു. ഇതാണ് നമ്മുടെ തക്കുപ്പൻ. അയ്യോ ഫോട്ടോ എടുക്കുന്നത്. നീലു നമ്മുടെ റോളക്സ് ഒന്നും അറിയാണ്ട് അങ്ങോട്ട് നീങ്ങിയെടുക്കണം. നീലു പറഞ്ഞ പോലെ ഇവിടെ മാത്രം വരുള്ളൂ ഭക്ഷണം കഴിക്കാനായിട്ട്. വേറെ എവിടെയെങ്കിലൊക്കെ പോകുന്നുണ്ടാകും. പക്ഷെ ഇവിടെ വന്ന ആള് അതന്നെ കഴിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അകത്തോട്ട് നമ്മൾ അങ്ങനെ അതിന് പേടിയാണ് ഒന്നാമത്. റോളക്സ് ഓടിക്കും. തക്കുവിനെ ഓടിക്കൂല. തക്കുവിനെ ഭയങ്കര കമ്പനിയാണ്. പക്ഷെ നീലുവിനെ ഓടിക്കും. അത് കാരണം അവിടെയൊക്കെ കയറി കിടക്കും. അങ്ങനെ അത് ഈ തക്കുവിന്റെ കെയർ ഓഫിൽ കയറി തന്നെ കേട്ടാ. തക്കും നീലു എന്നാണ് ഞങ്ങൾ ഇട്ടേക്കണ പേര്. അവളാ നീലുമായിട്ട് കണക്ഷനാണ്. ഉറക്കാണ് തക്കുവേ. ഫുഡടിയൊക്കെ കഴിഞ്ഞ് അവർക്കൊരു കണ്ടനുണ്ട്. അതിനെ പേടിയാ. അതിനെ നോക്കിയാണ് ഇരിക്കണേ ഇവൻ പെട്ടെന്ന് നോക്കണത്. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ റോളക്സ് വിടങ്ങി റോളക്സിനെ കുളിപ്പിക്കണം. ഫുഡ് റെഡിയൊക്കെ നേരത്തെ പണികളുണ്ട്. ഫുഡ് റെഡിയൊക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പം നമുക്കിനി മുട്ടക്കറി സെറ്റാക്കാം. ഇതേ അമ്മ എല്ലാവരും അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സവോള അരിയാണ്. പിന്നെ അവിടെ പറയട്ടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചത്, ഇത് കാഷ്നട്ട് അരച്ചത്, ഇത് തക്കാളി അരച്ച് വെച്ചേക്കണം. പിന്നെ സാധനങ്ങളേ മതിയുള്ളൂ. വേറെ ഏതാണ്ട് അരച്ചല്ലോ മമ്മി? അതൊക്കെ കാണിച്ചല്ലോ. പിന്നെ ഇനി മല്ലിയിലയും കൂടി ഇതിനകത്ത് ആവശ്യമുള്ളൂ. മല്ലിയിലയും കൂടി ആവശ്യമുള്ളൂ. അതും എടുത്തിട്ടില്ല, മേടിച്ച് വെച്ചിട്ടുണ്ട്, എടുത്തിട്ടില്ല. അപ്പം ഇതൊന്ന് അരിഞ്ഞു കഴിഞ്ഞ് നമുക്ക് കറി റെഡിയാക്കാം. അപ്പോഴത്തേക്ക് മുട്ട പുഴുങ്ങി വരും. മുട്ട ഒരുവിധമായിട്ടുണ്ട്. അപ്പം ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയാകും എന്നറിയാലോ. അപ്പം ഇനി എന്ത് വേണം മക്കളെ? റെഡി ആയി കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കാണിച്ചു തന്നാൽ മതിയാ? പോരെ? അത് മതി. സർപ്രൈസ്. അത്ര നേരം സർപ്രൈസ്. അപ്പോൾ ഓക്കെ. ഭൂവിന് ധൃതി കൂടി. ഭൂവിന് എടുത്തോ. എന്നാ ഇത് നിനക്ക് സ്പെഷ്യൽ ഒരു കഷ്ണം ചിക്കൻ. ഭാഗ്യവാൻ. അപ്പൊ കടല വേണോ? കടല വേണോ? ചോറ് എങ്ങനെയുണ്ട് കണ്ടിട്ട്? മതി 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 മതി. എണ്ണ അധികം വേണ്ട മോനെ. നെയ്യ് മമ്മി അതിൻ്റെ മുകളിൽ കൂടി ഇട്ടിട്ടുണ്ട്. അത്ര മതി. അത്രച്ചും മതി. വേണമെങ്കിൽ അങ്ങനെ ഒന്ന് എടുത്തോളാം. റോയലിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. റോയൽ ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ ആളാ പ്രേരിപ്പിച്ച് അപ്പം ടേസ്റ്റ് ചെയ്ത് ആ ചട്ടകത്തിന്ന് മതി മോനെ. ചട്ടകത്തിന്ന് ഒരു ചട്ടം കൊണ്ടുപോയിട്ട് കൊടുത്തപ്പോൾ അത് തിന്നു കഴിഞ്ഞുകൊണ്ട് ഒരു ചട്ടവും കൂടി താ മമ്മി എന്ന് പറഞ്ഞു. ഒരു കയ്യിലും കൂടി താന്ന് പറഞ്ഞു. അധികം വേണ്ട എന്ന് പറഞ്ഞു. മുട്ടക്കറിയാണ് ഒരു ഇച്ചിരി ഇതായേക്കണേ. എഗ്ഗ് ബിരിയാണിയാണ്. പക്ഷേ നോയലിൽ ഒരു കഷ്ണം ചിക്കൻ മമ്മി കാത്തു വെച്ചിട്ടുണ്ടായി. ഞങ്ങൾക്ക് ചാറ് ഉണ്ട് കേട്ടോ. അധികം ചാറ് ഇത്തിരി ഡേഞ്ചറാണെന്ന് തോന്നണേ കണ്ടിട്ട്, മട്ട് കണ്ടിട്ട്. കടല വേണോ മോന്? സാലഡ് ഉണ്ടറാ. മേശമേ കൊണ്ട് വെച്ചിട്ട് എടുക്കാം. അപ്പം ജീരക വെള്ളം. മമ്മി വെള്ളം വിളമ്പാൻ നിൽക്കുകയാണ്.
സ്മെല്ലൊക്കെ അടിപൊളിയായില്ലേ? ആ പാത്രമൊക്കെ തുറന്നപ്പോൾ നല്ല മണമൊക്കെ വന്നു. മമ്മി ടേസ്റ്റ് ചെയ്യും. ഇനി മമ്മി ഇത് നോക്കട്ടെ. മുട്ടക്ക് ഇത്തിരി എരിവ് കൂടി തോന്നല്ലേ ഇടനല്ലേ മുട്ടക്കറിക്ക്? റോയോ പറയണ്ട എരിവ് കൂടിന്ന്. അപ്പം ഇനി മമ്മി തിന്ന് നോക്കട്ടെ. ആ കുഴപ്പമില്ല, ശരിയാണ് കേട്ടാ. ഈ ചോറ് കറിയിട്ട് വേവിച്ചാൽ അങ്ങനെ വെന്ത് പോകണ്ട, നമ്മൾ തിളപ്പിച്ച് കോരി എടുക്കണ്ട. വെള്ളവും കറക്റ്റ് പാകാവുന്നല്ലേ? ആ അന്ന് ഈടെ ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ടോ രാവിലെ? സെറ്റ്. മുട്ടക്കറി കൂട്ടി തിന്നു കഴിഞ്ഞപ്പോൾ സെറ്റായി. ഇനി മോന്തിന് ഉണ്ടാ? ഇന്നെ കണ്ടിട്ടുണ്ടാവില്ല, എന്റെ ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. മുട്ടക്കറി കൂട്ടി തിന്നു. മക്കളെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.